ഇറാന്റെ കൃത്യമായിട്ടുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സൈറ്റുകൾ ഇസ്ഫഹാനും ഫോർദോയുമൊക്കെ അടിച്ചു തകർത്ത് കളയാമെന്ന് അമേരിക്ക വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലും അമേരിക്കയും കൂടെ ചെയ്തു വരുന്ന ഈ ചെയ്തികൾ ഡെഡ്ലി കോമ്പിനേഷൻ ഒരു പരിധിവരെ തകർത്ത് തോൽപ്പിക്കാൻ ഇറാന് സധൈര്യം ശക്തി കൊടുക്കുന്നത് റഷ്യയും ചൈനയും ഒക്കെ തന്നെയാണ്. ഇറാനെ ഏതെങ്കിലുമൊക്കെ രാജ്യം ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയോ ഇസ്രായേലിന് വേണ്ടിയോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചതുകൊണ്ട് തങ്ങൾക്കൊരു നഷ്ടവുമില്ല എന്ന് അമേരിക്ക പറയുന്നു. വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമുണ്ട്. അമേരിക്കയെ വിശ്വസിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് അവരുടെ ദൈനംദിന ജീവിതം പരിതാപകരമാക്കി മാറ്റിയിരിക്കുകയാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്കിന്റെ കവാടം ഇന്ത്യൻ കപ്പലുകൾക്ക് വേണ്ടി മാത്രം തുറന്നു കൊടുക്കുന്നു. മറ്റു രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, കപ്പൽ ഗതാഗതത്തിന്റെ ഏകദേശ സ്തംഭനം ഇപ്പോഴും ഇറാൻ മാറ്റിയിട്ടില്ല. ഇന്ധനവില വർദ്ധിക്കുന്നത് മാത്രമല്ല, ഇന്ധനത്തിന്റെ ക്ഷാമം, അതിന്റെ ദൗർലഭ്യത എല്ലാ തരത്തിലും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈനംദിന ജീവിതത്തെ, ചെറുകിട വ്യവസായങ്ങളെ പരിപൂർണമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു ലോകരാജ്യം മുഴുവൻ. ഇവിടെ അമേരിക്കയുടെ ഉപരോധമുണ്ട്. താരിഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യമടക്കം പല രാജ്യങ്ങളെ ഉപരോധിക്കുന്ന നീക്കങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇറാന്റെ എണ്ണ വാങ്ങിച്ചോളൂ, ഇറാന്റെ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചോളൂ, ഇന്ത്യക്കും വേണമെങ്കിൽ വാങ്ങിക്കാം എന്നൊക്കെയാണ്. ഇന്ത്യ കൃത്യമായി പറഞ്ഞു പോയി പണി നോക്കാൻ. അത് പരിപൂർണമായും നയതന്ത്രപരമായിട്ട് എടുക്കുന്നതല്ല. ഇന്ത്യ എന്നല്ല, ഏതൊരു രാജ്യത്തിൻ്റെ റിഫൈനറികളും അത് സജ്ജീകരിക്കണമെങ്കിൽ അത് ദീർഘകാല കരാർ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകണം. അമേരിക്ക പറയുന്ന രീതിയിലുള്ള അമേരിക്കയുടെ ഉരുക്കുമുഷ്ടി അടിച്ചേൽപ്പിച്ച് ലോകരാജ്യങ്ങളെ മുഴുവൻ തങ്ങളുടെ വരുതിയിലാക്കാമെന്നുള്ളതിൻ്റെ മറുപടി ഇറാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും തകർക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. മുജ്തബ ഖമനിയെ ആക്രമിച്ച് മുജ്തബ ഖമനിയെ ഇല്ലായ്മ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ആ വിചാരങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടം വളരെ വ്യക്തമായി സ്ഥിരീകരിച്ചിരിക്കുന്നു, അമേരിക്കയുടെ പല എയർബേസുകളും കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്, തകർത്തിരിക്കുകയാണ് എന്ന്. അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകാനും യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കാനും ഇറാന് കഴിയുമെങ്കിൽ അത് വല്ലാത്തൊരു മുന്നേറ്റമാണ്, അസാമാന്യ ധൈര്യം തന്നെയാണ്.